എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കയ്യിൽ നിറയെ ഒരു ബണ്ടിൽ ഓഫ് സെറ്റ് മുണ്ടുകളാണ്. അതുപോലെ സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ സേലം പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇഡലി കഴിക്കുകയാണ്. കാരണം പുറത്തുനിന്ന് കഴിക്കുന്ന ഏറ്റവും നല്ല ആഹാരത്തിൽ എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് തമിഴ്നാടൊക്കെ പോകുമ്പോൾ കേട്ടോ. പ്രത്യേകിച്ചും നമുക്ക് ഇഡലി കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അത് ആവിയിൽ സ്റ്റീം ചെയ്ത് വെക്കില്ലേ. അപ്പോൾ പിന്നെ അത്രയ്ക്കൊന്നും നമ്മൾക്ക് അങ്ങനെ വേറൊന്നും ഇപ്പോൾ മസാല ദോശയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെന്ന് വെച്ചാൽ ഓക്കെ, നമുക്കിപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ പോകാമല്ലോ. യാത്രയിലാകുമ്പോഴും നമ്മൾ പരിചയമില്ലാത്തവർക്ക് നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പോട്ടെ. അപ്പോൾ സാരി, നമ്മൾ ഇഡലി അല്ലല്ലോ ഇന്നത്തെ വിഷയം, സാരിയാണല്ലോ അല്ലേ. മൽക്കോട്ടൺ സാരിയിൽ ഓണത്തിന് ഉടുക്കാൻ പറ്റിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു യെല്ലോ ആൻഡ് ബേബി പിങ്ക് അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനിലുണ്ട്. ഒരു പിങ്ക് ടിഷ്യൂ സാരി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സേലം വരെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാറുള്ളത്. സേലം, തേനി, ആണ്ടിപ്പട്ടി അങ്ങനെ 3-4 സ്ഥലങ്ങളിൽ നമുക്ക് നല്ല റേറ്റ് കുറവിൽ നല്ല ക്വാളിറ്റിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടാറുള്ളത്. അതാണ് നമ്മളുടെ സാരീസ് എപ്പോഴും നമുക്ക് ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ ഞങ്ങൾ കൊടുക്കുന്ന സാരി വേറെയുള്ള ബൊട്ടീക്കുകാർ 1500 1700 രൂപയ്ക്കൊക്കെ കൊടുക്കണാണിപ്പോൾ എനിക്ക് അമ്മ ഇത്രയ്ക്കൊക്കെ പ്രോഫിറ്റ് ഇട്ട് കൊടുക്കുമല്ലോ അല്ലേ എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമേഴ്സിന് സാധാരണക്കാർക്കും കൂടെ ഡെയിലി യൂസിനും ഓഫീസ് വെയർ ആയിട്ടും വർക്കിനും ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ രീതിയിലും കൂടെ സാരീസ് അവർക്ക് വാങ്ങിക്കാൻ പറ്റണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ കൊടുക്കാറുള്ളത്. ഈ സാരി എല്ലാത്തിൻ്റെയും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഓരോരോ ഷോർട്സ് ആയിട്ട് തന്നെ ഞാൻ സാരിയുടെ വീഡിയോ വിത്ത് എല്ലാ ഡീറ്റെയിലുമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം. അതിൽ ഞാൻ റേറ്റും കാര്യങ്ങളും ഒക്കെ പറയാം കേട്ടോ. ഇതിലൊരു ക്രീം കളറിൽ ഒരു ഓഫ് വൈറ്റ് ഇല്ലേ, നമ്മുടെ സെറ്റിൻ്റെ ഒക്കെ കളറില്ലേ, അങ്ങനത്തെ കളറിലാണ് കേട്ടോ അടുത്ത് വന്നിട്ടുള്ളത്. ഇത് ഇപ്പം എൻ്റെ കയ്യിലുള്ള സാരി ഏതറിയോ, നമ്മൾ ജാസി ഉടുത്തിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ഉണ്ട്. ആ സാരിയാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഈ സാരിയൊക്കെ ഒരു സെമി കാഞ്ചീപുരം സിൽക്ക് സാരി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ഡബിൾ കളറാണ്. അപ്പോൾ എത്ര പേർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സാരി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉടുക്കേണ്ട രീതിയിൽ ഉടുത്ത് നമ്മൾ ഭയങ്കര ബ്രൈഡലൊക്കെ രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയെ കാണാൻ പകുതി കളറായിട്ട് ധാവണി സാരി പോലെ എഴുതുന്നു കേട്ടോ ആ സാരി. ഇത് നമ്മുടെ മൽക്കോട്ടണിൽ കേരള സെറ്റിൽ വരുന്ന രീതിയിലുള്ള ഒരു സാരിയാണ്. നല്ല സോഫ്റ്റാണ്. 120 കൗണ്ടാണ് കേട്ടോ ഈ ഒരു മൽക്കോട്ടൺ. പിന്നെ ടെസൽസ് വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനാണ് ബോർഡറൊക്കെ വന്നിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സാരിയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഓണം കളക്ഷനിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല റേഞ്ച് വരുന്ന സിൽക്ക് സാരീസും ഉണ്ട്. നല്ല ചെറുപയർ പച്ച എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഖാദി കോട്ടൺ സാരി, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഖാദി കോട്ടൺ സാരിയാണ് കേട്ടോ. ഇതും പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കളർ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ഗ്രീൻ യെല്ലോ ഉണ്ട്, ഒരു ഗ്രീൻ മജന്ത കോമ്പിനേഷൻ ഉണ്ട്, ഒരു നേവി ബ്ലൂ ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല കളേഴ്സിലുണ്ട്. മജന്ത ഓറഞ്ച് കളറിലുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഫങ്ഷൻ വെയറൊക്കെ ആയിട്ട് കല്യാണങ്ങൾക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ജൂട്ട് സിൽക്കാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഒരു ജെറി വർക്ക് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേകതരം ഒരു ഖാദി കോട്ടനാണ്. നമുക്കിപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് രീതിയിലും നമുക്കിത് കാഷ്വലായിട്ടും യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ വേണമെങ്കിലും ഈ സാരി ഉടുക്കാൻ വേണ്ടി പറ്റും. കാരണം റേറ്റും അത്ര കുറച്ച് തന്നെയുള്ളൂ. ഈ ഓരോ സാരിയുടെയും റേറ്റ് എത്രയ്ക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഓരോ സാരീനെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ഇടും കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള മൽ കോട്ടൺ സാരി എപ്പോഴും ട്രെൻഡിങ് ആണ് അല്ലേ. ഇതിന് ഞാൻ വേറൊരു ബൊട്ടിക്കിലൊക്കെ കണ്ടത് 1299 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല റേറ്റിലൊക്കെയാണ് ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ 120 കൗണ്ട് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. 120 കൗണ്ട് ആകുമ്പോൾ നല്ല പ്രീമിയം ആയിരിക്കും തുണി. നമ്മളിപ്പോൾ എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ തുണിക്കൊന്നും ഒരു കേടുപാട് പറ്റൊന്നുമില്ല. ചിലതിൽ മാത്രമേ വിത്ത് ബ്ലൗസ് ഉള്ളൂ മൽക്കോട്ടണിൽ. ചിലതിൽ നമ്മൾ ഇങ്ങനെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരെണ്ണമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മജന്ത കളറിലൊരു കാഞ്ചി കോട്ടൺ ഒരു ബോർഡറാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും നമുക്ക് ഓണത്തിന് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാരി തന്നെയാണ് കേട്ടോ. മജന്തയിൽ ഒരു വയലറ്റ് ഒരു ബ്ലൂ കളറിലായിട്ടുള്ള ഒരു കാഞ്ചി കോട്ടൺ സാരി. ഇത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നാരായൺപേട്ട് സാരിയാണ് കേട്ടോ. ഇതൊരു ഗ്രീനും വയലറ്റും കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. വിത്ത് ബ്ലൗസോട് കൂടി തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു ഹെവി ബോർഡർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞി ബോർഡറാണ്, മേലെ താഴെ കുറച്ച് വീതിയുള്ള ബോർഡറാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള
ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് വിട്ടുള്ളൊരു കളിയില്ല. നമ്മൾ എപ്പോൾ സേലം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് തന്നെ അന്നത്തെ സമയത്ത് തന്നെ അജിമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2-3 കടകളിലുള്ള ഒരു പ്രത്യേക ഒരു കട തന്നെയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ കളക്ഷൻസൊക്കെ അടിപൊളിയാണ്. നമ്മൾക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും ചെയ്യുന്നുണ്ടോ സാരിയൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു 150 രൂപ തൊട്ട് തന്നെ ഇവിടെ സാരീസ് ഉണ്ട്, അതും നല്ല ക്വാളിറ്റിയിൽ. ഇവർക്ക് വേവിങ്സ് ഒക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ നെയ്ത്ത് സംഭവങ്ങളും ഇവരുടെ തന്നെ പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പാലക്കാട് സൈഡിലൊക്കെ ഉള്ള അങ്ങനത്തെ സാരികളെക്കാട്ടിലും വിലക്കുറവിലാണ് ഇവർ ഈ സാരീസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇവിടെ നിന്നാണ് ഇപ്പോൾ പാലക്കാട്ടേക്ക് ഹാൻഡ്ലൂം സാരീസൊക്കെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ വരാം. ഇത്രയും ബൾക്ക് ഓർഡറൊക്കെ എടുക്കുന്നത് നോർമലി തിരുപ്പൂർ, സേലം ഭാഗത്ത്, ഈറോഡ് ഭാഗത്തൊക്കെയല്ലേ നോർമലി കാണാറുള്ളത്. ഇതൊരു ഗംഗാ ജമുന ബോർഡർ വന്നിട്ടുള്ള ഒരു കാഞ്ചി കോട്ടൺ സാരിയാണ്. നല്ല രസമുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആണ്. അതിൽ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ, ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു യെല്ലോ ബോർഡറാണ് കേട്ടോ. ഓണത്തിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. നല്ല രസമാണ് കാണാൻ. പിന്നെ ഞാനൊരു മൽമൽ കോട്ടൺ സാരീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുറേ ടീച്ചേഴ്സ് നമ്മളുടെ കയ്യിൽ നിന്ന് സാരീസ് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടുത്ത പോലെ നിൽക്കുന്ന വിത്ത് ബ്ലൗസോട് കൂടിയിട്ടുള്ള മൽമൽ കോട്ടൺ സാരീസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3-4 പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ബാക്കി നമുക്ക് ഓർഡർ തന്നെ അനുസരിച്ച് എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗംഗാ ജമുന ബോർഡർ വന്നിട്ടുള്ള സാരി. നല്ല ഭംഗിയാണ്, ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള. നമ്മൾ സാരീസിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഒരു ഗോൾഡൻ കസവില്ലേ, അത് നല്ല പ്യുവറായിട്ട് തന്നെ തോന്നും. കാണുമ്പോൾ ഇങ്ങനെ ഒരു മങ്ങലുള്ള പോലെയൊന്നും തോന്നില്ല. ഭയങ്കര നല്ല ഒറിജിനാലിറ്റി ഉള്ള രീതിയിൽ തന്നെ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വാഷ് ചെയ്ത് കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ നിൽക്കും. നല്ല ഈട് നിൽക്കുന്ന സാരികളായിരിക്കും കേട്ടോ എല്ലാതും വരിക. അതുപോലെ തന്നെ കാഞ്ചി കോട്ടൺ സാരിയിൽ ഓറഞ്ചും മെറൂണും കോമ്പിനേഷനിലുള്ള, ഇത് ഭയങ്കര ഡീപ്പ് മെറൂൺ അല്ല, ഒരു തരം ഒരു റെഡ് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചെറുപയർ പച്ച സാരി ഉണ്ടായിരുന്നു, അതും ഗംഗാ ജമുന ബോർഡർ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നാരായൺപേട്ട് സാരികൾ വേറെ ഉണ്ടോ, കോട്ടൺ സാരികൾ എന്നൊക്കെ നോക്കാൻ നിൽക്കായിരുന്നുണ്ട്. എനിക്കാണെങ്കിലും വിശന്നിട്ട് വയ്യ, ഉച്ച സമയത്താണ്. പക്ഷേ സാരികൾ കണ്ടപ്പോൾ അതിലിങ്ങനെ മറന്ന് നിന്നു, മതിമറന്ന് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിന്ന് പോയി. എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചെട്ടിനാട് കൈൻഡ് ഓഫ് സാരിയാണ് കേട്ടോ. ചെക്കിൽ വരുന്ന ചെട്ടിനാട് സാരിയാണ്. നല്ല കളർ കോമ്പിനേഷനിൽ നമ്മൾ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാവിധ കളേഴ്സും ഉണ്ട്, വയലറ്റ് ഉണ്ട്. നല്ല രസമാണ്, നല്ല ഒതുങ്ങി നിൽക്കും, നല്ല കോട്ടൺ സാരികൾ തന്നെയാണ്. ഇത് ഉടുത്താലും നല്ലൊരു പ്രീമിയം ലുക്ക് തോന്നും. കാണുമ്പോൾ അത്യാവശ്യം നല്ല, അത്ര വില കൂടിയ സാരിയാണല്ലോ, പക്ഷെ അത്രയൊന്നും വിലയില്ല അതിന്. അത് അതിൻ്റെ ക്വാളിറ്റിയിൽ അവർ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത സാരിയാണ്. പിന്നെ അതുപോലെ ഈ ഒരു സാരി ഞാനൊരു വീഡിയോയിൽ 1799 രൂപയ്ക്ക് കണ്ടപ്പോൾ ഞാൻ ഞാൻ കണ്ണ് തള്ളിപ്പോയി അതിൻ്റെ ഒറിജിനൽ പ്രൈസ് കേട്ട സമയത്ത് കേട്ടോ. ഇത് നമുക്ക് ഓണം കളക്ഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാരികൾ തന്നെയാണ്. ഇതിൽ നമ്മൾ കുറച്ചധികം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മളുടെ ഏറ്റവും വലിയ കളക്ഷനായിട്ടുള്ള മാമുണ്ണൽ കളക്ഷൻ. മാമുണ്ണൻ വിശന്ന് കൊടല് കത്തി അങ്ങേറ്റെത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തമിഴ്നാട്ടിലെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ്നാട് കർണാടക സ്റ്റൈലിൽ പച്ചരിച്ചോറില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ ഡൈഹാർട്ട് ഫാനാണ് കേട്ടോ. എനിക്ക് മറ്റേ കുത്തരിയൊന്നും എനിക്ക് തീരെ പിടിക്കില്ല. ഇതാവുമ്പോണ്ടല്ലോ നമ്മൾ ഉണ്ടെന്ന് തോന്നില്ല, പെട്ടെന്ന് ദഹിക്കും ചെയ്യും. അങ്ങനെ ഹസ്ബൻഡിനൊക്കെ വീഡിയോ കോൾ ചെയ്ത് കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ബാക്കിലൂടെ അങ്ങനെ വരികയായിരുന്നു. ഞാനപ്പോൾ ഈ സൈഡിലൂടെ നമ്മളിനി കേരള സെറ്റ് സാരി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സേലത്ത് തന്നെയാണ്, ഒരു ഉൾഗ്രാമമാണ് കേട്ടോ. ഫുൾ നെയ്ത്തുകൾ, മറ്റേ ചർക്ക ഇട്ടിട്ട്, മറ്റേ മെഷീനില്ലേ, ചർക്കയല്ല, മറ്റേ ടക്ക് 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 ഇങ്ങനെ വലിച്ചും കൊണ്ടുള്ളത്, അത് ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇവർ തന്നെ സ്വയം നെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് സാരി ഇത്തവണ ഓണത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ലോട്ടസ്, ഇതല്ല, ഇതിനേക്കാൾ വേറൊരു ഭംഗിയുള്ള ലോട്ടസ്, അതും ഇലയൊക്കെയുള്ള താമരയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. അതുപോലെ ഇങ്ങനെ പോൾക്ക ഡോട്ടായിട്ട് ഇങ്ങനെ കളർ കോമ്പിനേഷൻ, ഇങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സായിട്ട് ഒരു ബ്ലാക്കും ഒരു പർപ്പിളും ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിതിൻ്റെ ഒരു ഇടിവെട്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ആർക്കും കൊടുക്കാൻ തോന്നില്ല, പക്ഷേ നമ്മൾക്ക് സെയിൽ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഞാനത് എല്ലാവർക്കും, എനിക്ക് വേണ്ടി ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. ആ കളർ ഏതാന്നുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊരു ഭംഗി എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗി അറിയാം. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ തവണ വിഷുവിൻ്റെ സമയത്ത് ഞാൻ കുറച്ചധികം പേരെൻ്റെ അടുത്ത് പിന്നെയും അമ്മോ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടോ, അമ്മോ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടോ, നമ്മുടെ അക്ഷരമാല സാരി ഇല്ലേ, സെറ്റ് സാരി, അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് എല്ലാത്തിനും വിത്ത് ബ്ലൗസും കൂടെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അതന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയല്ലേ. പിന്നെ ഞാനിതാ കുറച്ച് സെറ്റ് മുണ്ടുകൾ, എല്ലാവരും ഇപ്പോൾ സെറ്റ് സാരി ഉടുത്തോളണമെന്നില്ലല്ലോ, അപ്പോൾ സെറ്റ് മുണ്ടുകളും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ ഇതാ സെറ്റ് സാരിയിൽ നമുക്ക് സൺഫ്ലവർ പ്രിൻറ്റ് വരുന്ന വലിയ സൺഫ്ലവർ വരുന്നതുണ്ട് നമ്മുടെ സൂര്യകാന്തി. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത്, എനിക്കും ചിറ്റക്കൊക്കെ കുറച്ചും കൂടെ ഇഷ്ടമായത് ഈ കുഞ്ഞി സൺഫ്ലവറും വിത്ത് അതിൻ്റെ ലീഫ്, പിന്നെ അതുപോലെ തന്നെ ആ കരയുടെ ഭാഗത്തും ഒക്കെ ഉണ്ട് കേട്ടോ സൺഫ്ലവർ വന്നിട്ടുള്ളത്. ഒരു മെറൂൺ ഗ്രീനിൽ പോയാൽ മതി, അധികമല്ല. ഈ ഡബിൾ കളറിൽ ഈ പർപ്പിൾ അല്ലാണ്ട് വേറെ ഉണ്ടോ സെയിം തന്നെ? ஆல்ரெடி மெரூன்ல அங்கேயே தான் இருக்கு. நல்ல ഭംഗിയില്ല കാണാണ്ടോ അതില്? ചേച്ചി അത് എത്ര പീസ് വേണം? അതൊരു 5. அப்படியே அந்த பக்கம் வச்சுருங்க. എല്ലാ സാരീസും നമ്മളൊരു 5 പീസ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പിന്നെയും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അവർക്ക് ഓർഡർ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. കാരണം ഓരോരുത്തർക്കും ഓരോരോ സാരികളായിരിക്കില്ല ഇഷ്ടമുണ്ടാവുക. ചിലർക്ക് സെറ്റുമുണ്ടായിരിക്കും, ചിലർക്ക് സാരി ആയിരിക്കും. പക്ഷേ സാരിയുടെ കാര്യത്തിലാണെങ്കിലും സെറ്റുമുണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര 100% ഞാൻ ക്വാളിറ്റിയിൽ അഷ്യൂർ ചെയ്യാണ്. അത്രയും നല്ല പ്യുവർ ആയിട്ടുള്ള ടിഷ്യൂകൾ വരുന്ന കേരള സാരീസ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ. ഞാൻ ഇത്തവണ പോയപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ടെസൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിലുള്ള ഈ ഒരു സെറ്റുമുണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ എത്ര പേര് ഉടുക്കും എന്നുള്ളത് അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പകരം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന സെറ്റുമുണ്ടാണ്. ഈ ഒരു വേറെ കളേഴ്സും ഒന്നും വരാതെ നമുക്ക് ഏത് ബ്ലൗസും നമുക്ക് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ കൂടെ ഇടാം. ടിഷ്യൂ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു ചെക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗി ബോർഡറാണ് കേട്ടോ. ആദ്യം ഒരു വീതിയുള്ള ബോർഡർ, പിന്നെ 2-3 കുഞ്ഞി ബോർഡർ, അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ബോർഡേഴ്സ് വന്നിട്ടുള്ള സെറ്റുമുണ്ടാണ്. ഇവിടെ നല്ല കുറേ അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ കയ്യിലെ പൈസ തീർന്നിട്ടുണ്ടായിരുന്നു അത്രയധികം കളക്ഷൻസ് കണ്ടിട്ടേ. പിന്നെ അതുപോലെ നമ്മൾ ഇവിടുന്ന് എടുക്കണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലൂടെ പോയ സമയത്ത് അപ്പം പിന്നെ ഇവിടെ നിന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ട് ബണ്ടിൽ ഓഫ് സെറ്റുമുണ്ട് കണ്ടില്ലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പീക്കോക്ക് ബ്ലൂ കളറും അതുപോലെ തന്നെ ഒരു റെഡ് ഒരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള സെറ്റുമുണ്ട് കേട്ടോ. ഇതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുറേ അധികം കളക്ഷൻസ് ഒക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഞങ്ങൾ ഐശ്വര്യാനി ഇപ്പോൾ പൈസ ബാക്കി ബാലൻസ് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ സാരീസ് കുറേ പർച്ചേസ് ചെയ്തു. നമ്മളെ മൈൻഡിൽ സാരീസ് എടുത്ത് പോരണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെറ്റ് സാരി നമ്മളിപ്പോൾ നോക്കണ്ടേ എന്നുള്ളൊരു സംശയമായിരുന്നു. പിന്നെ പോവാലോ എന്ന് ഓർത്തിട്ട്, പക്ഷേ ഇനി ആദ്യം വരണ്ടേന്ന് ഓർത്തിട്ട് ഓണത്തിൻ്റെ മുന്നേ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് സെറ്റ് സാരികളൊക്കെ കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഇത്രയും അധികം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കയ്യിൽ. അപ്പോൾ ഓരോ വീഡിയോസും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് എങ്ങനെയുണ്ട് എല്ലാത്തിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ആകെ കുറച്ച് പീസേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്കിത് പ്രൊഡക്റ്റ് അയച്ചു തരാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസിനൊക്കെ വേണ്ടി കാത്തിരിക്കൂ. നമ്മളുടെ ഈ ഒരു പർച്ചേസിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു. ഇത്രയധികം സാരീസൊക്കെ കളക്ഷൻ കണ്ട് കണ്ണ് തള്ളിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലെ വിലയും ഈ ഒരു വിലയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആകെ എൻ്റെ അമ്മേ എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പാക്ക് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു. ഇവർ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഇവർ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ധാവണി സെറ്റും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് പോൾക്കാ ഡോട്ടിൻ്റെ ഫാനായി മാറി ഞാൻ അവിടെ നിന്ന്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവർ വേവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇവർ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ കോലമൊക്കെ ഇട്ട് നല്ല രസം, ഒരു അഗ്രഹാരം സ്റ്റൈലാണ് കേട്ടോ. ഇത് നമ്മൾ പാലക്കാടൊക്കെ ഉള്ളിലൊക്കെ കാണാറില്ലേ, കൽപ്പാത്തിയുടെ സൈഡിലൊക്കെ കാണാറില്ലേ, അതേപോലെയാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം അധികം തിക്കും തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് വിസ്തരിച്ച് പർച്ചേസ് ചെയ്ത് പോരാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു മെഷീൻ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലേക്ക് തിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് ഇവരുടെ മെഷീൻസ് ഇവരെല്ലാം വേവ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോയി കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ഇത് നല്ല ഭംഗിയില്ലേ? ഞാൻ ചിറ്റേനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ മെഷീൻസിൽ കാണുന്നത്. അല്ലാണ്ട് ഇങ്ങനെ ഒരപ്പൂപ്പന്മാരിങ്ങനെ ഇരുന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ വലിച്ച് കുത്തി അങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മെഷീൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടക്കരുത്. നല്ല പ്രീമിയം ആയിട്ടുള്ള നൂലുകളാണ് കേട്ടോ ഇവർ യൂസ് ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറാണ് ഉണ്ടാവുക. നമുക്കൊരു ചിലത് ഇങ്ങനെ പഴകിയ പോലെയൊക്കെ തോന്നില്ല. ഇത് അതില്ല, ഇത് ഇവർ നെയ്തുകൊണ്ടിരിക്കുന്നത് മുണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെയൊക്കെ മെഷീൻസിൽ ഞാൻ ഇങ്ങനത്തെ വർക്ക് കാണുന്നത്. അപ്പോൾ ഈ അക്കേനോടൊക്കെ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടും ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കലും പിടിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. പാലക്കാടാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നോർമലി അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.